ലതകൾ കുനിയുന്നു ഫലാഗമത്താൽ എന്ന കവിവാക്യം പോലെ ഓരോ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും കൂടുതൽ കൂടുതൽ വിനയാന്വിതനായി മാറുന്ന മലയാള സിനിമയിൽ എനിക്ക് പരിചയമുള്ളവരിലെ ഏറ്റവും ലാളിത്യവും ഏറ്റവും വിനയവുമുള്ള ഈ ചെറുപ്പക്കാരൻ ഈ നാടിൻ്റെ യുവതലമുറയ്ക്ക് ഒരു റോൾ മോഡലും മാതൃകയുമാണ്. ബേസിൽ ജോസഫ് ഈ വേദിയിലേക്ക് വരട്ടെ. ബേസിൽ ഇരിക്കാൻ വരട്ടെ. ബേസിൽ രണ്ടും കൽപ്പിച്ച് വന്നതാണെന്ന് എനിക്കറിയാം. എനിക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ എനിക്ക് മറ്റേ ബേസിലിനെ ഒന്ന് കാണാം. ഏത് ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്? 9th. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? നോ. സാധാരണഗതിയിൽ മരണം? യെസ്. ഇന്ത്യൻ ആണ്, മലയാളി അല്ല, പുരുഷൻ ആണ്, ജീവിച്ചിരിപ്പില്ല, സാധാരണഗതിയിൽ മരണം, അതെ അല്ലേ? 6 1950 ശേഷം മരണം? യെസ്. 7 രാഷ്ട്രീയം കല സാഹിത്യം? യെസ്. 8 രാഷ്ട്രീയം? നോ. 9 സാഹിത്യം? നോ. 10 ചിത്രകല ശില്പകല? നോ. 10 ചോദ്യങ്ങൾ യജ്ഞം? ഉപകരണ സംഗീതം? നോ. മോനെ രാഷ്ട്രീയം കലാ സാഹിത്യം ആണെന്ന് പറഞ്ഞു. രാഷ്ട്രീയവും സാഹിത്യം അല്ല പ്രധാനം, കലയാണ് എന്നുറപ്പാണത് അല്ലേ? 12 പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണോ? യെസ്. മലയാളി അല്ലാന്നല്ലേ മോൻ പറഞ്ഞത്? അതെ. സൗത്ത് ഇന്ത്യ? നോ. പുരുഷൻ തന്നെയാണെന്നാണോ പറഞ്ഞത്? നൃത്തരൂപങ്ങളിലൊന്ന്? അദ്ദേഹത്തിന്റെ പേരിന്റെ ഏതെങ്കിലും ഭാഗം യുവിൽ ആരംഭിക്കുന്നുണ്ടോ? യെസ്. രണ്ടാമത്തെ ഭാഗം എസിലാണോ ആരംഭിക്കുന്നത്? യെസ്. ഇന്ത്യ കണ്ട മഹാനായ നർത്തകൻ ഉദയശങ്കർജിയാണോ? യെസ്. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം, വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എത്ര വർഷം? 23 ശേഷം വീണ്ടും നമുക്ക് എന്തായാലും ഇരിക്കാം. അതിനു മുമ്പ് തിരുവനന്തപുരം നമുക്ക് കൊടുക്കാം ബേസിലിനൊരു സ്നേഹഹർഷാരവം. ആരംഭിക്കാം. യെസ്. സാധാരണ ആദ്യത്തെ 10 ചോദ്യങ്ങൾക്ക് യാഗം എന്നാണ് പതിവ് പറയാറ്. യാഗമെന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ ഇക്കുറി ഞാൻ പറയുന്നത് യാഗം എന്നല്ല, വെറും യാഗം എന്നല്ല. 4 നൂറ്റാണ്ട് അറിവ് കൊണ്ട് നടത്തിയ ഈ യാത്രയെ സ്നേഹിച്ച, ഒപ്പം ബേസിൽ എന്ന ഈ അതുല്യ പ്രതിഭയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ മുമ്പിലെ ഈ പൗരാവലിയോടുള്ള ഒരു കറയും പുരളാത്ത ഹൃദയത്തിൻ്റെ സ്നേഹയാഗം. ബേസിൽ വിചാരിച്ച പേരൊക്കെ നിങ്ങൾ അപ്രൂവ് ചെയ്തോ? അപ്രൂവ്ഡ്. ശ്രീ ജോ ആന്റണിക്ക് അപ്രൂവ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് തോന്നുന്ന പേര്? ഇല്ല, തീർച്ചയായിട്ടും അപ്രൂവ്ഡ്. ഇന്ത്യൻ? അല്ല. അല്ല. ഞാനല്ല. അല്ല, വിചാരിച്ചയാൾ ഇന്ത്യൻ അല്ല. അതാ പറഞ്ഞ, എന്നെ അല്ല ആലോചിച്ചേക്കുന്നത്. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. 50 വയസ്സിൽ താഴെ പ്രായമുള്ള പുരുഷൻ? അതെ. അത് ചോദ്യമാണോ? അല്ലല്ല, 50 വയസ്സിൽ താഴെ പ്രായം. ഉടൻ ചോദ്യം സ്വാഭാവികമായും സ്പോർട്സ്? അതെ. ഏഷ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്, ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റിൻ? ലാറ്റിൻ അമേരിക്കയും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളും ചേർന്നാണോ? അല്ല. യൂറോപ്യൻ? അതെ. ഫുട്ബോൾ? അതെ. ഈ ലോകകപ്പിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 10 ചോദ്യങ്ങൾ. നിലയ്ക്കാതെ മുഴങ്ങട്ടെ കയ്യടി. യജ്ഞം. കുറച്ചുകൂടെ ലളിതമായി ചോദിക്കാം. നടക്കാൻ പോകുന്ന ഫൈനലിലുണ്ടാവോ? ഉണ്ടാവും.
വളരെയധികം മികവ് തെളിയിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കപ്പെട്ടതാണ്. ഉറപ്പായിട്ടും. ചോദ്യം 13. ബേസിൽ വിചാരിച്ച വ്യക്തിയുടെ വിരലടയാളവും. വിരലടയാളം. വിരലടയാളം. ആ ലാറ്റിൻ അമേരിക്ക അല്ലെന്നാണ് പറഞ്ഞത്. അല്ല. വിരലടയാളവും ലാസിൽ യമാലിന്റെ വിരലടയാളവും ഒന്ന് തന്നെയല്ലേ? അല്ല. ആറടിയിൽ കൂടുതൽ ഉയരം. വേണ്ട, ആ ചോദ്യം ഞാൻ തിരിച്ചെടുക്കാം. അതിന് പകരം വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഗോൾ കീപ്പറാണോ? അല്ല. ഫോർവേഡോ മിഡ്ഫീൽഡറോ ആണോ? അല്ല. ഈ ലോകകപ്പിൽ അദ്ദേഹം ഗോളുകൾ വല്ലതും നേടിയോ? ഇല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണല്ലോ അല്ലേ? 100%. തോറ്റു താ. ഇനി 5 ചോദ്യം കൂടി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഫൈനലിൽ ഉണ്ടാവുമെന്ന് തീർച്ചയാണല്ലോ. അത് ചോദിച്ചതാണെന്നാൽ ഒരിക്കൽ കൂടി ചോദിക്കാം. 17ാമത്തെ ചോദ്യമായി തന്നെ കൂട്ടിക്കോ. ഫൈനലിൽ ഉണ്ടാവുമല്ലോ. ഫൈനലിൽ ഞാൻ പറഞ്ഞത് ഈ ലോകകപ്പ് ഫൈനലിൽ, മറ്റന്നാൾ നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫൈനലിൽ ഉണ്ടാവും. നാളെ നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ മറ്റന്നാൾ. എന്തായാലും ഒരു സ്പാനിഷ് ഡിഫൻഡറാണ്, സ്പെയിനിന്റെ ഡിഫൻഡറാണ്. മിഡ്ഫീൽഡറും ഫോർവേഡും ഗോളിയും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡിഫൻഡറാണ്, സ്പാനിഷ് ടീമിന്റെ ഡിഫൻഡറാണ്. അല്ല. സർ, ഐ റിപ്പീറ്റ്, ഈ പറഞ്ഞ ഉത്തരങ്ങൾ ശരിയാണോ? കാരണം അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ ഭൂഖണ്ഡമല്ല, ലാറ്റിൻ അമേരിക്ക അല്ല, യൂറോപ്യനാണ്. ഫൈനലിൽ ഉണ്ടാകും. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. തീർച്ചയായിട്ടും എല്ലാം ശരിയാണ്. ഡിഫൻസിന്റെ മിഡ്ഫീൽഡിന്റെ ഇടയിൽ ഒരു അദ്ദേഹം സ്പെയിൻകാരനാണോ? അല്ല. ബേസിൽ, അദ്ദേഹം ഒരു സ്ലൊവേനിയക്കാരനാണ്. അദ്ദേഹത്തിന്റെ രാജ്യം സ്ലൊവേനിയയാണോ? അതെ. അതില് പത്രം വായിച്ചില്ലേ ഇതിനിടയിൽ? അതെ. ഒരൊറ്റ ചോദ്യം. എണീക്കണോ? തോറ്റ്. ബേസിൽ മനസ്സിൽ വിചാരിച്ച വ്യക്തി ജൂലൈ 16 ഫിഫ പ്രഖ്യാപിച്ച മറ്റന്നാൾ നടക്കാൻ പോകുന്ന സ്പെയിൻ അർജന്റീന ഫൈനൽ നിയന്ത്രിക്കുവാനായി തീരുമാനിച്ച സ്ലൊവേനിയക്കാരനായ സ്ലവാക്കോ വിനിസിച്ചാണ്. അതെ. അത് പ്രൊനൗൺസിയേഷൻ വിൻചിച്ച് അങ്ങനെയാണ്. വിനിസിച്ച്. ഗൂഗിളിൽ നോക്കിയപ്പോ വിൻചിച്ച് എന്നാണ്. പത്രത്തിൽ VINICIH ആണ്. അങ്ങനെ പറയും, പക്ഷെ വായിക്കും പറയുന്നത് വിൻചിച്ച് എന്നാണ്. ബേസിൽ ജോസഫിന് ഇതാ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ പ്ലീസ്. ബേസിൽ പറഞ്ഞല്ലോ കുതിര വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന്. അന്ന് ഒരു കുതിരയല്ലേ വെച്ചത്, ഇത്തവണ 2 കുതിരകൾ വയ്ക്കും.